നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രേണുസുതിയെ കുറിച്ച് തന്നെയാണ്. കാരണം രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ മീഡിയ ബൈറ്റ്സ് കൊടുക്കുന്നത് കുറച്ചാൽ മാത്രമേ നമുക്ക് രേണുസുതിയെ കുറിച്ചുള്ള സംസാരങ്ങളും കുറയ്ക്കാൻ പറ്റൂ. കാരണം രേണുസുതി ഓരോ ബൈറ്റ്സും അല്ലെങ്കിൽ ഓരോ റീൽസും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതനുസരിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനായിട്ടൊരു ടോപ്പിക് ഇട്ട് തരുന്നത് രേണുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും രേണുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ടോപ്പിക് ഇടുന്നു, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രേണു ദുബായിലാണ് ഒരു ചെമ്പരത്തി ബാറിന്റെ ഉദ്ഘാടനത്തിനായിട്ട് പോയെന്ന് പറഞ്ഞാൽ അതിൽ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി. ആ വിവാദങ്ങളെല്ലാം ഇപ്പൊ ഇന്നലെ ആയപ്പോൾ പ്രത്യേകിച്ച് ഒരു വിവാദം ഉണ്ടാക്കാൻ രേണുവിന് യാതൊരു കാര്യങ്ങളും ഇല്ലാതിരുന്ന രേണു എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഴയ കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. രേണു തന്നെ ഒരു വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉള്ള, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നാറികളാണ് ഈ സംഭവം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ തന്നെ അതിനുള്ള ഉത്തരവാദികളെയും കണ്ടുപിടിക്കണം എന്നാണ് രേണു പറയുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല വിഷയം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഹനാൻ രേണു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് രേണുവിനെ കുറിച്ചൊരു അലിഗേഷൻ പറഞ്ഞിരുന്നു. അതായത് രേണുവിന് മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരിക്കുകയും അതിൽ ഏതോ ഒരു ബന്ധത്തിൽ ഒരു അബോർഷൻ ഉണ്ടാവുകയും നടക്കുകയും ഹോസ്പിറ്റലിന്റെ പേര് ഉൾപ്പെടെ ഹനാൻ വളരെ ക്ലിയർ ആയിട്ട് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചത് രേണു ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ഹനാൻ ഒരു മറുപടി കൊടുക്കുമെന്നായിരുന്നു. കാരണം രേണു ബിഗ് ബോസിൽ പോയപ്പോഴേക്ക് രേണുവിന്റെ നെഗറ്റിവിറ്റി ഒക്കെ കുറഞ്ഞ് പോസിറ്റീവ് ആകാൻ തുടങ്ങിയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ പോസിറ്റിവിറ്റിയിലേക്ക് രേണു ഇറങ്ങി വരുമ്പോൾ രേണു പോയി പോസിറ്റീവായിട്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ബിഗ് ബോസിൽ പോയതിനു ശേഷം പോസിറ്റീവായിട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽഡായിട്ട് പോകുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് അറിയാവുന്നവരുണ്ട്. ആ ഒരു ഗണത്തിലേക്ക് രേണു പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ രേണുവിന് അവിടെ നിൽക്കാൻ പോസിറ്റിവിറ്റി രേണുവിന് ഇഷ്ടമല്ല, രേണുവിന് നെഗറ്റിവിറ്റി തന്നെയാണ് ഇഷ്ടം. കാരണം രേണുവിന് അറിയാം ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ പോസിറ്റീവായിട്ട് രേണു നിന്നാൽ ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയാണ് രേണുവിന്. രേണു പോസിറ്റീവായിട്ട് നിന്നാൽ അതല്ലെങ്കിൽ രേണു ഉദ്ദേശിക്കുന്നത് പോലെ ആൽബംസോ ഒന്നും രേണുവിന് കിട്ടില്ല എന്ന് രേണു മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം രേണുവിന് സത്യം പറഞ്ഞാൽ അഭിനയിക്കാനുള്ള അത്ര വലിയ കഴിവുകളൊന്നുമില്ല. നല്ലൊരു രീതിയിലേക്കുള്ള ഒരു കുറച്ച് മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒരു ക്യാരക്ടർ റോൾ ചെയ്യാനുള്ള അഭിനയശേഷിയൊന്നും നമുക്ക് രേണുവിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന റീൽസ് ഒക്കെ സാധാരണ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലുള്ള കുറെ കോപ്രായത്തരങ്ങൾ കുട്ടികൾ അതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. രേണു കുറച്ച് കോപ്രായത്തരങ്ങൾ കാണിക്കുന്നു, ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെയും കാണിക്കുന്നു എന്നല്ലാതെ രേണുവിന്റെ റീൽസിനകത്ത് ഒരു അഭിനയ മികവൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പം രേണു പറയുന്ന പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ രേണുവിനെ കുറിച്ച് ഈ ഹനാൻ പറഞ്ഞ ഈ അബോർഷന്റെ വിഷയം ആരൊക്കെയോ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോക്കാരുടെ ചാനലുകളും ഞാൻ കാണാറുണ്ട്, അവരെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു റിയാക്ഷൻ വീഡിയോക്കാർ പോലും ഇപ്പോൾ ഈ സമയത്ത് ഈ ഹനാന്റെ വിഷയം ആരും കുത്തിപ്പൊക്കിയതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ രേണുവിന് വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ രേണു തന്നെ ഈ ഹനാന്റെ വിഷയം അങ്ങോട്ട് കുത്തിപ്പൊക്കി രേണു തന്നെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രേണു പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പോകുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഞാനിത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലാത്തവരോടൊക്കെ എടുത്ത് അവൾ ചാടുന്നുള്ളൂ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ, ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ എന്താ പറയുക, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ ഉത്തരവാദിയം നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ലെ ഇപ്പം എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെ പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുവായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. രേണു ഇപ്പൊ ഇതിൽ പറയുന്നത് റിയാക്ഷൻ വീഡിയോക്കാർ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും റിയാക്ഷൻ വീഡിയോക്കാർ പുതുതായിട്ട് ആരെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോക്കാരെല്ലാം ഇപ്പോൾ സംസാരിക്കുന്നത് രേണുവിന്റെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് മാത്രമാണ്. ആരും ഈ ഹനാന്റെ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നില്ല. അപ്പൊ രേണുവിന് അവിടെ ഇരുന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തിട്ടും ഒന്നും ആ ലൈം ലൈറ്റിൽ നിന്ന് ഇനി വരുമ്പോഴേക്ക് മാറി പോകുമെന്നുള്ളൊരു ടെൻഡൻസി കൊണ്ട് രേണു തന്നെ അഥവാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം പേഴ്സണൽ ലൈഫിൽ വളരെ പ്രൈവറ്റ് ആയിട്ടുണ്ടായ ഒരു സംഭവം അത് ഹനാൻ അന്ന് കുറെ നാളുകൾക്ക് മുമ്പ് ബിഗ് ബോസിന്റെ സമയത്താണ് ഹനാൻ ഇത് പറയുന്നത്. അന്ന് റിയാക്ട് ചെയ്യാതെ ഇപ്പോൾ വന്ന് റിയാക്ട് ചെയ്യുന്നു. അതിപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഒരു ഇങ്ങനെ പറയുമ്പോൾ തന്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം കൊണ്ടുവന്ന് തന്നെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം രേണുവിനുണ്ടോ? ഇപ്പൊ അത്യാവശ്യം ലൈം ലൈറ്റും എന്താ പറയുന്നത് സബ്സ്ക്രിപ്ഷനും എല്ലാം രേണുവിനുണ്ട്. അപ്പം തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അതിനെ പോലും വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് രേണുവിന്റെ സപ്പോർട്ടേഴ്സ് ഇതൊക്കെ കാണേണ്ടതാണ്. കണ്ട് സ്വഭാവത്തെ വിലയിരുത്തുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ രേണുവിന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് PR വർക്കൊക്കെ നടക്കുന്നുണ്ട്. ബിഗ് ബോസിലൊക്കെ ഉള്ള സമയത്തെ പോലെ ഒരു PR ടീം തന്നെ രേണുവിന് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ രേണുവിന്റെ PR വർക്കേഴ്സ് ഒക്കെ ഇത് കാണുവാണെങ്കിൽ ഇപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവും, എന്റെ വീഡിയോയ്ക്കിടയിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ പറയുന്നത്
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് ഒതുക്കി വെക്കാനാണ് എല്ലാ ആൾക്കാരും തീരുമാനിക്കുന്നത്. അതല്ല, അങ്ങനെ ഒരു വിഷയത്തിൽ രേണു സംസാരിക്കണമായിരുന്നുവെങ്കിൽ രേണു സംസാരിക്കണത് ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ ഹനാൻ വളരെ പബ്ലിക്കായിട്ടാണ് ആ ഹോസ്പിറ്റലിന്റെ പേര് ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഷെഫീന ബിവിയോട് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ വേറെ കുറെ ആൾക്കാരോടും ഹനാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അത്രയും പബ്ലിക്കായിട്ട് ഹനാൻ ഇത് പറയുമ്പോൾ രേണുവിന് പ്രതികരിക്കണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് വന്ന് പ്രതികരിക്കുകയായിരുന്നു വേണ്ടത് അല്ലേ. രേണുവിന് പബ്ലിക്കായിട്ട് വന്ന് പ്രതികരിക്കാമായിരുന്നു. ആ സമയത്ത് പ്രതികരിക്കാതെ മിണ്ടാതെ പോയിരുന്നിട്ട് അഥവാ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ, ഇപ്പൊ ഞാൻ അറിയാം നമ്മൾ കാണാത്ത വീഡിയോയിൽ ആരെങ്കിലും ഒരാൾ കുത്തിപ്പൊക്കിയാൽ തന്നെ ഓൺലൈൻ മീഡിയാസുകാർ ഇപ്പൊ ചുറ്റിനുമില്ല. ഇല്ലെങ്കിൽ പറയാം ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണെന്ന് പറയാം. അപ്പം ഈ ഓൺലൈൻ മീഡിയക്കാർ ഒരു പരിധി വരെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതുപോലെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തതുപോലെ എല്ലാ റിയാക്ഷൻ വീഡിയോക്കാരും പറയുന്നത് പോലെ ഈ ഓൺലൈൻ മീഡിയാസ് രേണു എവിടെ പോകുന്നു എന്നുള്ള എന്താ പറയുന്നത് ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ രേണു തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയാസുകാരും രേണുവിന് ചുറ്റുമില്ല. രേണു സ്വന്തം മൊബൈലിൽ ഒരു റീൽ ചെയ്യുന്ന പോലെ ആ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടുകയാണ്. അപ്പം ഒരു ചോദ്യങ്ങളും ആരും ചോദിക്കാനില്ല. ചോദിച്ചിട്ടാണെങ്കിൽ പറയാം ഓൺലൈൻ മീഡിയക്കാർ വന്ന് ആരും ചോദിച്ച് അതിന്റെ മറുപടി പറയാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ സ്ത്രീക്ക് ഇത്രയും ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പറയുന്നത് ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ അങ്ങനെ അബോർഷൻ പെണ്ണുങ്ങളാണെങ്കിൽ സംഭവിക്കുന്നതിന്റെ ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഇപ്പൊ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അഥവാ ഒരുപക്ഷെ ഒരാൾ ചോദിച്ചാൽ ഇവർക്ക് എനിക്കതിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്കിപ്പായി പോവാം. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. അഥവാ ചോദിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആരും ചോദിക്കാതിരിക്കുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോക്കാരെല്ലാവരും കൂടെ അവരെ ഗർഭത്തിന്റെ ഉത്തരവാദിയായ ആളുകളെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പറയുന്നത്. ഉത്തരവാദികളായ ആൾക്കാർ എന്നാണ് പറയുന്നത്, ഉത്തരവാദിയൊന്നും അല്ല പറയുന്നത്. അപ്പൊ ഇത്രത്തോളം അധപ്പതിച്ച രീതിയിലുള്ള ഒരു ചിന്തയും സംസാരമൊക്കെയാണ് ഇത്രയും ആയിട്ടും ജീവിക്കാൻ വേണ്ടി ഒരുപാട് ലേഡീസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരുണ്ട് അല്ലെ. അവരൊക്കെ ഒരു വീഡിയോ വന്ന് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നു എന്ന് പബ്ലിക്കിനെ ഒന്ന് അറിയിച്ചിട്ട് അവർ മിണ്ടാതെ പോയി അവരുടെ സബ്സ്ക്രിപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അവരുടെ പേജുകളിൽ എടുത്തിട്ട് അവർ അനങ്ങാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രേണുവിനെ പോലെ മുക്കിന് നിന്ന് ഇങ്ങനെ ബൈറ്റ് ഓൺലൈൻ മീഡിയാസിന് അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തത്. അത് മാത്രമല്ല, അവരിങ്ങനെ ഇൻസ്റ്റയിൽ റീൽ എടുത്തിട്ടിട്ട് ഇതുപോലെ റിയാക്ഷൻ വീഡിയോക്കാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ പറയുന്ന രീതിയിലൊന്നും ആരും പറയുന്നില്ല. ആരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പൊ ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സീരീസിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരാരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കാണുന്നില്ല. ഈ രേണുവിന്റെ ഈ ഒരു സത്യം പറഞ്ഞ രേണുവിനെ കുറിച്ച് ഇത്രയും റിയാക്ട് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ രേണു ഒരു 4 ഓൺലൈൻ മീഡിയാസുകാരെ അങ്ങോട്ട് വിളിച്ചിട്ട് അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക, അവരൊരു 10 ക്യാമറയും കൊണ്ടുവന്ന് 10 ബൈറ്റുകൾ എടുക്കുക, എടുത്തിട്ട് ഒരു 20 വീഡിയോ ആയിട്ട് ഓരോ ആൾക്കാരും 20 വീഡിയോ ആയിട്ട് ഉള്ള സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ഇവരങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ഇടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഇവരെടുക്കുന്ന ഈ 4 വീഡിയോസ് അല്ലെങ്കിൽ ഒരു 4-5 വീഡിയോ 20 പ്രാവശ്യം 15 പ്രാവശ്യം 10 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ ഓൺലൈൻ മീഡിയാസിനുള്ള സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അതേപോലെ യൂട്യൂബ് എല്ലാത്തിലും ഇങ്ങനെ ഇടുകയാണ് ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഇതെല്ലാം കൂടെ വന്ന് നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ അത്, ഇൻസ്റ്റ തുറന്നാൽ അത്, യൂട്യൂബ് തുറന്നാൽ അത്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാരെ കൊണ്ട് ഇത്രയും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് രേണുവിന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ ഈ അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദികളെ കണ്ടുപിടിച്ചു കൊടുക്കാനാണ് രേണു പറയുന്നത്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. സോ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഗർഭം സുധിച്ചേട്ടൻ വേറെ വോയിസ് സുധിച്ചേട്ടനുള്ളപ്പോൾ ഞാൻ ആരാണ്ട് ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല. നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നത് നോക്കി നടക്കുന്നത് ചെറ്റനാണല്ലോ നീയൊക്കെ. നാണോ മാനമില്ലേ? അനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ആയിക്കോട്ടെ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അവന്റെ ഫിറോസിക്കാരുടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞു. CC ക്യാമറ കണ്ടത് കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെ എന്ന് ആണിനെ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ. മനസ്സിലായി? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ. ഈ പറയുന്നവരെല്ലാം കൊണ്ടുപോയി ഉത്തരവാദികളെ അല്ലെങ്കിൽ ഉത്തരവാദികളെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ, ഞാൻ അബോർഷൻ ആക്കണമെങ്കിൽ. സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാം. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരു ലേഡി രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. വളരെ കൃത്യമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. നമ്മളൊക്കെ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ദിയ ഗൗഡ എന്ന് പറയുന്ന ഒരു ലേഡി, അവരും ഇതുപോലെ നേരത്തെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെയുള്ള നല്ലതല്ലാത്ത വഴികളിലൂടെയൊക്കെ വന്ന് ഫേമസ് ആയ ഒരു ലേഡിയാണ്. ഇപ്പോൾ അവർ ഈ ഫീൽഡിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അവർ വന്നിരുന്ന് പറയുന്നുണ്ട്, രേണുവിന് ആരാണ് നല്ലൊരു ഇമേജ്, രേണുവിനെ ആരാണ് ഇങ്ങനെ ആക്കി തീർത്തത്, രേണുവിനെ നമ്മളൊക്കെ തന്നെയാണ് മോശം ഇമേജ് കൊടുത്തത്, നമ്മൾ തന്നെയാണ് നല്ലൊരു ഇമേജ് കൊടുത്തത്, നമ്മൾ തന്നെയാണ് ഇപ്പോൾ മോശമാണെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് കാണാൻ കേട്ടോ വീഡിയോയിൽ. പുള്ളിക്കാരെ കുറിച്ചൊരു കാര്യം ചോദിക്കാൻ ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരു മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. സോ അതാണോ ശരി? അതോ ഞാൻ ചിന്തിക്കുന്നതാണോ ശരി? ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പുള്ളിക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും കൂടെയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക്
അവരിങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രേണുസുതിക്കും സപ്പോർട്ട് കൊടുക്കുന്നതല്ല, സോ അവരെ കുറ്റപ്പെടുത്തുന്നവരെ വിമർശിക്കുന്നതുമല്ല. ഇത് രണ്ടും തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. സോ സോഷ്യൽ മീഡിയ പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാമെന്ന് കരുതി. മോശപ്പെട്ട സ്ത്രീ ആയത്, അല്ലെങ്കിൽ അവരെപ്പോഴാണ് നിങ്ങൾക്ക് നല്ല സ്ത്രീ ആയിരുന്നത്? നിങ്ങളാണ് ചിത്രീകരിച്ച് വെച്ചത്. അവർ എല്ലാവരും ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു രേണുസുതിയുണ്ട്. അത് അങ്ങനെയല്ല. അവർ കാത്തിറങ്ങി അവരെ അത് കാണുമ്പോൾ അയ്യോ കറങ്ങിട്ടുണ്ട് പാവം രേണുവല്ലല്ലോ ഇത്, ഇവിടെ ഇങ്ങനെ മോശം രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, ഇങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ചത് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച് വെച്ച ചിന്തകൾ തെറ്റാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിന് അവർ കുറ്റപ്പെടുത്തിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മളാണ് രേണുവിനെ മോശമെന്ന് പറഞ്ഞത്, നമ്മൾ തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്, നമ്മളാണ് അങ്ങനെ ഒരു ഇമേജ് കൊടുത്തത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കാര്യം അവർ പറയുന്നത് ആ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രേണു സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ രേണു സുധിയുടെ വിധവയെന്ന് പറഞ്ഞു വന്ന് നമ്മൾ ലക്ഷ്മി നക്ഷത്രയുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലിലൊക്കെ വന്നിരുന്ന് കരഞ്ഞ് എല്ലാവരും സഹായിക്കണം, വീടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ വന്നു. അപ്പോൾ ഫ്ലവേഴ്സുകാരും ഫിറോസ് KTDC ഫിറോസ് സാറും നമ്മുടെ ബിഷപ്പ് എല്ലാവരോട് ചേർന്ന് വസ്തു വാങ്ങുന്നു, വീട് വെക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ ആദ്യം നമ്മൾ രേണുവിനെ കണ്ടു. അത് കഴിഞ്ഞ് രേണു യൂട്യൂബ് ചാനലുമായിട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നു കണ്ടു. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു ഒരു ആൽബത്തിൽ വൈറലായ ഒരു ആൽബത്തിൽ അഭിനയിച്ചു. അതിനെക്കുറിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് രേണു അതിൽ നിന്നുണ്ടായ ഒരു ചീപ്പ് പബ്ലിസിറ്റി മുതലാക്കി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് റിയാക്ഷൻ വീഡിയോക്കാരായാലും മറ്റുള്ള ആൾക്കാരായാലും അവരെ വിലയിരുത്തുന്ന രീതിയും മാറി. ഒരാൾ വിധവയായിട്ട് വന്ന് ഈ സമൂഹത്തിൽ നിന്ന് അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് എല്ലാം അവർ എടുത്തത്. ഒരു വീടും അവർക്ക് കയറി കിടക്കാൻ ഒരു വീടും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഉണ്ടാക്കിയെടുത്തത്. അവർ തന്നെ ഇങ്ങനെ മാറുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ രേണു തന്നെയാണ് ഇത് പറഞ്ഞിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കുന്നതും. രേണു തനിയെ പറയുന്നു, രേണു തന്നെ അതിന്റെ മറുപടിയും പറയുന്നു. അതിൻ്റെ അവരെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദികളായ ആൾക്കാരെ നമ്മൾ കൊണ്ടു കൊടുക്കാൻ രേണു പറയും. നമ്മൾ ഇത് വിഷയം വന്നാലും നിനക്കൊക്കെ രേണുവിന്റെ ഒരു പ്രത്യേക, നിനക്കൊക്കെ നാണമില്ലേടാ, നിനക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ പറയാൻ, നിനക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ പറയാൻ, നീയൊക്കെ അരി വാങ്ങാൻ വേണ്ടി പറയുന്നു. രേണു ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, രേണു അരി വാങ്ങാൻ തന്നെയാണ് ഈ കോപ്രായത്തരങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഒരു ഓൺലൈൻ മീഡിയാസും അവിടെ ഇല്ലായിരുന്നു ചോദ്യം ചോദിക്കാൻ. ഈ റിയാക്ഷൻ വീഡിയോയിലുള്ള ഒരു മനുഷ്യർ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഇപ്പോൾ ഹനാന്റെ ഈ പ്രശ്നം ആരും കുത്തിപ്പൊക്കിയിട്ടില്ല. അപ്പൊ രേണുവിന് പ്രത്യേകിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഒരു വകുപ്പും ഇല്ലായിരുന്നപ്പോൾ രേണു തന്നെ ഇങ്ങനൊരു സംഭവം കുത്തിപ്പൊക്കി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പറയുന്നത് നാണമില്ലേടാ, നാണമില്ലേ. സ്വയം കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് രേണു സ്വയമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചോദിക്കും നാണമില്ലേന്ന് ചോദിക്കും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ഈ മറ്റുള്ളവരോട് നാണമില്ലേ എന്ന് ചോദിക്കുന്ന 10 വട്ടം നാണമില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക, എനിക്ക് ഇവരോട് ചോദിക്കാൻ നാണമില്ലേ, ഞാൻ എന്തിനീ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പോൾ രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് രേണുവിനെ അങ്ങ് പോകാൻ പറ്റും. എന്തായാലും സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇനി രേണു നിർത്തുമെന്ന് തോന്നുന്നില്ല. കാര്യം ഒരു 5-6 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് രേണു സമ്പാദിച്ചിരിക്കുന്നത്. അപ്പോൾ രേണു ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രേണു ഒരിക്കലും സബ്സ്ക്രിപ്ഷൻ ഒന്നും അവസാനിപ്പിക്കത്തില്ല. രേണു സബ്സ്ക്രിപ്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കും, റിയാക്ഷൻ വീഡിയോക്കാർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയാസും ഒന്നുമില്ലെങ്കിൽ രേണു തന്നെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. രേണുവിന് ലൈംലൈറ്റ് വേണം, രേണുവിന് അരി വാങ്ങണം, അപ്പം നമുക്കും റീച്ച് വേണം, വ്യൂസ് വേണം. വേറെ ഏതൊരു വിഷയം എടുത്തിട്ടാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ വീഡിയോ ഓടുന്നില്ല. എല്ലാവരും പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ കുറിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ നിർത്തുമോ അവർ നിർത്തും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വേറെ വിഷയങ്ങളെ കുറിച്ചൊന്നും സംസാരിച്ചാൽ ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. നമ്മളൊക്കെ വളരെ ചെറിയ ചാനലുകളാണ്, ചെറുതായിട്ട് വളർന്നു വരാൻ തുടങ്ങുന്ന ചാനലുകളാണ്. പക്ഷെ അതിനകത്ത് വേറൊരു കണ്ടന്റ് നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടാൽ അതൊന്നും കാണാനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. രേണുവിന്റെ വിഷയം കാണാനാണ് താല്പര്യം. അപ്പൊ ഞാനും അതുകൊണ്ട് ഇതേ വീഡിയോ ഇടുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.